ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഡിമോട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഏകദേശം ഒരു 3 മന്ത് അടുപ്പിച്ച് ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ലൊരു കണ്ടൻറ്റായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്തിരി ബ്രേക്ക് എടുത്തതിന് ശേഷം ഒരു സ്റ്റാർട്ടിങ് അല്ലേ, അപ്പോൾ നല്ലൊരു കണ്ടൻറ്റായിട്ട് വരാമെന്ന് കരുതിയപ്പോഴാണ് വണ്ടി നമുക്കൊരു ചെറിയൊരു പണി തന്നത്. ആ പണി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഉണ്ടോ പഞ്ചർ മുട്ടയായി അത്യാവശ്യം. പക്ഷേ ഇത് കണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രമാണ് ഇതിന് തേയ്മാനം. അതായത് നമ്മൾ ഇന്ത്യൻ റോഡ് കണ്ടീഷൻ എന്നാണ് എല്ലാവരും പറയുക. കാരണം നമ്മളെ റോഡൊക്കെ ഈ ഒരു സ്ലോപ്പിൽ ഇങ്ങനെ ചേർന്നിട്ടുണ്ടാവുക ഇങ്ങനെ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോകുമ്പോൾ ഈ സൈഡ് മാത്രം തയ്യുന്നതെന്ന് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഞാനിപ്പോൾ വണ്ടി കിലോമീറ്റർ 32,000 ഞാൻ മാറ്റിയത് എത്ര 15,000 അപ്പോൾ 15,000 കിലോമീറ്ററാണ് കിട്ടിയത്. അപ്പോൾ ഇത് ബ്രാൻഡ് ഏതാ വെച്ചെടുക്കണ്ട, സിയറ്റിൻ്റെ 140/70 സൈസുള്ള കമ്പനി സിയറ്റ് സൂം എക്സൽ. അപ്പോൾ ഇത് ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യില്ല, കാരണം എനിക്ക് അത്യാവശ്യം മോശം എക്സ്പീരിയൻസ് തന്നൊരു ടയറായത്. ഒരു 3000 റേഞ്ച് എങ്ങാണ്ടാണ് ഇതിൻ്റെ പ്രൈസ്. പക്ഷേ ആരെങ്കിലും ഇത് എടുക്കാൻ പോകുന്നെങ്കിൽ എടുക്കണ്ടെന്ന് ഞാൻ പറയും. കാരണം എനിക്ക് അത്ര നല്ലൊരു എക്സ്പീരിയൻസ് അല്ല കിട്ടിയിട്ടുള്ളത്. കാരണം എനിക്ക് ഒരു കോർണറിങ്ങോ ഒരു ഗ്രിപ്പോ അങ്ങനെ ഒന്നും നല്ലതൊന്നും പറയാനായിട്ട് ഒന്നുമില്ല. ഒരു കോർണറിങ്ങൊന്നും നല്ല എഫക്റ്റൊന്നും എനിക്ക് ഇന്നേരം അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇനി മാറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് യൂസ് ചെയ്യുന്നില്ല. പിന്നെ അപ്പോൾ ഞാൻ എടുക്കാണ്ട് വെച്ചിട്ട് കുറച്ച് കാലമായി. അപ്പോൾ എടുക്കാണ്ട് വെച്ചതിനുള്ള ചെറിയൊരു തുരുമ്പൊക്കെ ചെയിനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ലൂബ് ചെയ്യണം. ടൈറ്റ് സീനില്ല, ചെയിൻ കണ്ടീഷൻ സീനില്ല. പിന്നെ റോൾ ഓൺ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഇഷ്യൂ വരുന്നില്ല. റെസ്റ്റൊന്നും പിടിക്കില്ല പെട്ടെന്നൊന്നും. പിന്നെ ലൂസും ആകുന്നില്ല. സ്റ്റോക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഉറപ്പായിട്ടും റോൾ ഓൺ ആണ് നമുക്ക് ഏറ്റവും നല്ലൊരു ചെയിൻ. ഞാൻ ഇത് എന്നതിന് ഗോൾഡൻ തന്നെ ഇടണമെന്ന് ഞാൻ പറയില്ല, നോർമൽ ഇട്ടാലും മതി. നമ്മൾ സ്റ്റോക്ക് വെച്ചിട്ട് അതും നല്ലതാണെന്നാണ് യൂസർ പറയുന്നത്. ഫ്രണ്ട്സ് ഉണ്ട് ഇട്ടിട്ട് അവർ പറയുന്നത്. ഇത് ഇടാൻ പറ്റുമെങ്കിൽ ഇതിടുക, നമുക്ക് റെസ്റ്റ് കുറക്കാൻ പറ്റും. ഇത് റെസ്റ്റാന്ന് അല്ല ഇത് മണ്ണിൻ്റെ ഞാൻ വെച്ചു റെസ്റ്റ് പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ റെസ്റ്റ് പിടിച്ചു. അപ്പോൾ സൗണ്ട് കേട്ടോ ചെയിൻ്റെ ആണെന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടയറിൻ്റെ കേസ്. അപ്പോൾ നമുക്കിനി ടയറൊന്ന് കൊണ്ടുപോയി മാറ്റണം. ഏത് ഇടുന്ന അറിയില്ല. സിയറ്റ് തന്നെ നോക്കാതൊന്നും. പക്ഷേ ഈ സാധനമല്ല, സിയറ്റിൻ്റെ വേറെ സൂം റൈഡ് X1 ഇല്ലേ, റൈഡ് X1 ആണ് സൂം റൈഡ് X അങ്ങനെ എന്തോ കുറച്ച് ഒരു മോഡലുണ്ട് 150 സൈസ്. അതിട്ടേക്കാം. വലിയ പണ്ടേ ഫേമസ് ആയത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫേമസ് ആയ ടയറാണെന്ന് എല്ലാവർക്കും അറിയാം. അതിട്ടേക്കാന്ന് കരുതി. പിന്നെ എന്തായാലും വെച്ചാൽ ഓയിൽ ചേഞ്ച് ഞാൻ എവരി 3000 കിലോമീറ്ററിലാണ് മാറ്റാറ്. ഞാൻ ലാസ്റ്റ് മാറ്റിയത് ഒരു ജസ്റ്റ് ഞാൻ ചെക്ക് ചെയ്യട്ടെ. ലാസ്റ്റ് മാറ്റിയത് 3560 കിലോമീറ്ററിലാണ്. അപ്പോൾ ഇപ്പോൾ എത്രയായി നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 33,287. അപ്പോൾ എത്രയായി കിലോമീറ്റർ? 2727 കിലോമീറ്ററാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്, ഓടിയത് ഇത്ര വരെ. അപ്പോൾ ഇപ്പം മാറ്റുന്നില്ല, കാരണം ഒന്നാമത് ടയറും കൂടി മാറ്റണ്ടേ. അപ്പോൾ അതിൻ്റെ കൂടെ ഓയിൽ ചേഞ്ചും കൂടി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഓയിൽ ചേഞ്ചൊക്കെ ഷോറൂമിൽ നിന്ന് ചെയ്യാറ്. 5 ഇയർ കഴിഞ്ഞു. ഇനി ഞാൻ ഓയിൽ ചേഞ്ച് പുറത്തുനിന്ന് ചെയ്താലോ എന്ന് കരുതുന്നുണ്ട്. നമുക്ക് ചെയ്യുമ്പോൾ ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്യാം. ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം പോയി ടയർ ചേഞ്ച് ചെയ്യണം. കുറച്ച് നാളായി വണ്ടി ഇവിടെ എടുക്കാണ്ട് വെച്ചിട്ട്, കാരണം പഞ്ചറായി. അപ്പോൾ കൂടാണ്ട് പിന്നെ വീഡിയോ ഗ്യാപ്പ് വന്നില്ലേ, അത്രയും കാലം ഞാൻ വണ്ടി എടുക്കാണ്ട് വെച്ചില്ല. ഏകദേശം ഒരു 3 മന്തായില്ലേ നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ അതിനിടക്ക് എനിക്കൊരു ഹോസ്പിറ്റൽ കേസ്, പിന്നെ ഒരു ബാഡ് ന്യൂസ് സംഭവിച്ചു. പിന്നെ എന്തൊക്കെയോ അത് കൂടാണ്ട് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഗുഡ് ന്യൂസ് എന്താ വെച്ചാൽ നമ്മളെ ഡിമോട്സ് ഫാമിലിയിലേക്ക് ഒരു വണ്ടിയും കൂടി ആഡ് ആയിട്ടുണ്ട്. ഇവനാണിത്. ഇതെന്ന് വെച്ചാൽ 2025 മോഡൽ ഗ്ലാൻസ, ഫുൾ ഓപ്ഷൻ, മാനുവൽ, പിന്നെ പെട്രോളേ ഇപ്പോൾ ഉള്ളൂ. പിന്നെ പറയുമ്പോൾ പിന്നെ എല്ലാം പറയണമെന്ന് വെച്ച് പറഞ്ഞതാണ്. അതാണ് മോഡൽ. ഇതിന് എടുത്തിട്ട് ഏകദേശം 2025 മോഡലായത്. 2025 ഫെബ്രുവരി മോഡൽ. ഇത് എടുത്തിട്ടിപ്പം ഏകദേശം 3200 കിലോമീറ്റർ സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാൻ ചെയ്ത എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചിലർ മോഡിഫിക്കേഷൻ ചെയ്യുന്ന ഈ സ്പ്ലിറ്ററും പിന്നെ ഈ സ്പോയിലറും
ഇപ്പം ചെയ്തതാ കണ്ടോ, സ്പോയിലർ ചെയ്തു, പിന്നെ അലർച്ചില്ല ഡീബാഡ്ജിങ് ചെയ്തു. പിന്നെ ഇതൊക്കെയാണ് ബ്ലാക്ക് ചെയ്യാനുള്ളത്, ഇതൊക്കെയാണ് ബ്ലാക്ക് ഔട്ട് ചെയ്യണം. പിന്നെ ടിൻ്റ് അടിച്ചിട്ടുണ്ട് വണ്ടി, ഒരു നമ്മളെ ലീഗലായിട്ടുള്ള ടിൻ്റില്ലേ, എന്തായാലും പറയാം, ഒറ്റ മിനിറ്റ് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഏതാ കൂളിംഗ് ഫിലിം എന്ന് വെച്ചാൽ ഗെയർ വെയറിൻ്റെ ഒരു കൂളിംഗ് ഫിലിം ഓടിച്ചിട്ടുള്ളത്, 4 ഡോറും പിന്നെ ബാക്കും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന, പിന്നെ ഒരു മിറർ കവർ കോമൺ, ഇതൊക്കെയാണ് ചെയ്തിട്ടുള്ളത് വണ്ടിക്ക്. ഇതൊക്കെ ഇപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തതാണ്, ഇതും പിന്നെ ബാക്കിലെ സ്പോയിലറും. ഇത്രയൊക്കെയാണ് ഈ വണ്ടി ചെയ്തിട്ടുള്ളത്. നമുക്കിതിൽ ഇനി എന്തെല്ലാം ചെയ്യാനുണ്ട്. പിന്നെ പറയാൻ പറഞ്ഞു, ഇത് ചെയ്തിട്ടുണ്ട്, ഇത് ഞാൻ തന്നെ ചെയ്തതാണ് വീട്ടിലിരുന്നിട്ട്. നമ്മളൊരു ഫോർജ്ഡ് കാർബണിൻ്റെ വീഡിയോട്ടില്ലേ, അപ്പോൾ ആ ഒരു തീമിൽ ആ ഒരു ഐഡിയയിൽ ഞാനിത് ഇത് ഡീക്രോൺ ചെയ്തു. ഇത് മനസ്സിലാക്കണ്ട, ഇതാണ് കാർബൺ ഫൈബർ ടെക്സ്ചർ ആയിരുന്നു. കാരണം ഇവിടെ ഒരു ടെക്സ്ചർ കാർബൺ ഫൈബർ ആയിരുന്നുകൊണ്ട് ഇതും കാർബൺ ഫൈബർ ടെക്സ്ചർ ആക്കി. പക്ഷെ എന്നാൽ ഇഷ്യൂ എന്ന് വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്ത സാധനത്തിന് ലെങ്ത്ത് കുറവാണ്, അപ്പോൾ കട്ടിങ് ആയിട്ട് ഒട്ടിക്കേണ്ടി വന്നു കണ്ടോ. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ടച്ചപ്പ് ചെയ്ത് വിടണം. പിന്നെ എന്താ ചെയ്ത് വെച്ചാൽ ഇതാണ്, ഇത് കാർബൺ ഫൈബർ ടച്ചാണ്, ഇതും കാർബൺ ഫൈബർ ആയതുകൊണ്ട് പിന്നെ ഇതും കാർബൺ ഫൈബർ, ഈ മൂന്നും കാർബൺ ഫൈബർ ടെക്സ്ചർ ആവുന്നത്. ഒറിജിനലല്ല അറിയാമല്ലോ ആയിരിക്കും, ഇത് ഡിപ്പിടാണ്. പിന്നെ ഇത് പ്ലാസ്റ്റിക് പീസ്, പിന്നെ ഇത് റാപ്പ് കാർബൺ ഫൈബർ, ഓക്കെ. പിന്നെ ഇതും ബ്ലാക്ക് ഔട്ട് ചെയ്തു, ഇത് ഞാനാണ് ചെയ്തത്. അപ്പോൾ എനിക്കിനി ഇത് ചെയ്യണം, ലോഗോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തത്. ബാക്കി എന്തൊക്കെ ചെയ്യാനുണ്ട് 1-2 കാര്യങ്ങൾ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ വീഡിയോ നമുക്ക് നോക്കിയിട്ട് ചാനൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ പറയണം, താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ വണ്ടീനെ പറ്റി പ്രത്യേകിച്ച് പറയാനില്ലല്ലോ, ബലേനോ റീബാഡ്ജിങ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഒരു ഡീറ്റെയിൽ ഒന്നും വേണ്ട. കുറേ കാലമായിട്ട് ഇറങ്ങിയ ഇത് ഏകദേശം ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ട് 2022 ഫേസ് ലിഫ്റ്റ് വന്നത്. പിന്നെ മാറ്റമൊന്നുമില്ല, അടുത്തൊരു ഫേസ് ലിഫ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ അത്ര നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട്, വെയിറ്റ് ചെയ്യാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഇതെടുത്തു എന്നേ ഉള്ളൂ. പിന്നെ കളർ വൈറ്റ് എടുത്തു. നമുക്കിനി നമ്മളെ വണ്ടിയിലേക്ക് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വണ്ടി ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടായില്ല, അതാണ് ഇപ്പോഴത്തെ ഇഷ്യൂ. അതെന്ന് വെച്ചാൽ ആക്സിലേറ്റർ കൊടുക്കാതെ നോർമലി നമ്മളെ വണ്ടിക്ക് ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല, അറിയായിരിക്കുമല്ലേ. ആക്സിലേറ്റർ കൊടുക്കാണ്ട് നമുക്ക് സെൽഫ് അടിച്ചാൽ മാത്രം വണ്ടി സ്റ്റാർട്ടാവും. അപ്പോൾ ഇപ്പം ചാവിയിട്ടില്ലേ, അതുകൊണ്ടാവത്തെ. അപ്പോൾ അന്ന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇഗ്നിഷൻ കൊടുത്തപ്പോൾ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. കുറച്ച് ആക്സിലേറ്ററും കൊടുത്തപ്പോഴാണ് വണ്ടി സ്റ്റാർട്ടായത്. ഞാൻ വെച്ച് ബാറ്ററി ഇറങ്ങിപ്പോയിന്ന്. അപ്പോൾ പിന്നെ ഒരു ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. ഞാൻ അപ്പോൾ കൂടുന്നുണ്ട്, അത് ഞാൻ കുറക്കാൻ ശ്രമിക്കാം. ബാക്കി എന്നാൽ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നീറ്റാക്കി വെച്ചിട്ടായിരുന്നു കയറ്റി വെച്ചത്, അതുകൊണ്ട് പ്രത്യേകിച്ച് മണ്ണും കച്ചറയൊന്നും ഇല്ല, ഓക്കെ. വണ്ടി ഇങ്ങനെ കയറ്റി വെച്ച സ്ഥിതിക്ക് നമുക്കെന്തിനാ നമ്പർ പ്ലേറ്റ്, പിന്നെ എന്തിനാ ഫുഡ് റെസ്റ്റ്, ഇതെല്ലാം ഊരിക്കളഞ്ഞു. ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് ഉണ്ട്, എടുക്കാനില്ല, പുറത്തെടുക്കാൻ കഴിയില്ല, വണ്ടി പഞ്ചറാണല്ലോ. അപ്പം നമുക്കിനി അത്യാവശ്യമായിട്ടാണ് ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് ഈ ടയർ ഊരിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഒന്നിക്കുക കാറെടുത്ത് പോവുക, ഇല്ലെങ്കിൽ ഫ്രണ്ടിനെ വിളിച്ചിട്ട് അവൻ്റെ വണ്ടി കൊണ്ടുപോകണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ടയർ ഊരാം, അതെങ്ങനെയാണെന്ന് നോക്കാം, ഓക്കെ. നമ്മളെ ടയറിൻ്റെ സ്പ്രേൻഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മളെ ചെയിൻ ടൈറ്റാക്കണ്ടിക്കൽ യൂസ് ചെയ്യാലോ എന്ന് കരുതിയിട്ട് ഞാൻ വാങ്ങിയതാണിത്. സിംഗിളായിട്ടൊരു പീസ് വാങ്ങിയതാണ് വലുത്. അപ്പോൾ ഞാൻ 2 തവണയായിട്ട് എൻ്റെ ചെയിൻ ടൈറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അന്നേരം ഇത് യൂസായി. ഇപ്പം ടയർ ഊരാൻ നമുക്ക് യൂസായി. അപ്പോൾ ഇതിൻ്റെ അപ്പുറം ഒരു കാര്യം കൂടി പറയാനുണ്ട്. വണ്ടി ഇത്രയും നാളും എടുക്കാണ്ട് വെച്ചപ്പോൾ എനിക്ക് ഈ സൗണ്ട് ഈ ബെയറിങ്ങിൽ നിന്ന് വരുന്നതാണെന്ന് സംശയമുണ്ട്. ഇവിടെ ഒരു ബെയറിങ് ഉണ്ടാവും, എല്ലാവർക്കും അറിയായിരിക്കും. ഫോക്കസ് കാർ ഉണ്ടാ, അവിടെ ഒരു ബെയറിങ് ഉണ്ടാവും. അതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതാണോ, ഈ 2 സൈഡും ബെയറിങ് ഉണ്ടാവും. അതാണെങ്കിൽ അതും മാറ്റേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യം എന്തോ ചെയിൻ ടൈറ്റൊക്കെ അപ്പോൾ ഞാൻ ബെയറിങ് നോക്കാൻ പറഞ്ഞായിരുന്നു. ചെയിൻ ടൈറ്റൊക്കെ അപ്പോൾ ചെയിൻ മാറ്റിയപ്പോൾ അന്നേരം ബെയറിങ്ങിന് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായില്ല. ഇനിയിപ്പം നോക്കണം, ചിലപ്പോൾ ബെയറിങ്ങും കൂടി മാറ്റേണ്ടി വരും. പിന്നില്ല നമ്മളിതെന്താ വെച്ചാൽ, വണ്ടി എടുക്കാണ്ട് വെച്ചോണ്ടാണെന്ന് അറിയില്ല, ആക്സിലേറ്ററിന് ഒരു റിട്ടേൺ പോകാനൊരു പണിയുണ്ട്. കണ്ട, ഇതിപ്പോൾ റിട്ടേൺ പോയിട്ടില്ല, കണ്ടാ. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ മാറ്റാനായിട്ടില്ല, കാരണം ഞാൻ തന്നെ മാറ്റിയത്. മിക്കവാറും അതൊന്ന് ഊരിയിട്ട് ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് തിരിച്ചു വിടേണ്ടി വരും. എല്ലാം കൂടി എനിക്ക് എന്തെങ്കിലും ഒന്ന് സെറ്റാവാണ്ട് വണ്ടി ഓടിക്കാനൊരു താല്പര്യം ഉണ്ടാവില്ല. അധികമാക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വേണം വണ്ടി ഓടിക്കാൻ, ഇല്ലെങ്കിൽ നമുക്കൊരു ഓടിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രശ്നം വെച്ചാൽ ആക്സിലേറ്റർ ആണല്ലോ നമ്മളെ മെയിൻ സാധനം. അത് പിന്നെ ഒരു സുഖം കിട്ടിയില്ല, പിന്നെ എന്തായിട്ടും കാര്യമൊന്നുമില്ല, വണ്ടി ഓടിക്കാൻ ഒരു ഇഷ്ടമൊന്നും ഉണ്ടാവില്ല നമുക്ക്. എല്ലാവരുടെ കേസും ഇങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചില ഒരാൾക്ക് പിന്നെ കണ്ടീഷനൊന്നും വേണ്ടി വരില്ല, എടുത്ത് ഓടിക്കലായിരിക്കും, ആവശ്യങ്ങൾ മാത്രം നടന്നാൽ മതിയായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം വേണ്ടത് ഇത്, പിന്നെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ടയറൊന്ന് ആദ്യം ഊരാം. അപ്പോൾ
അപ്പോൾ ഇതാണ് ടൂള്. നമ്മളെ സൈസ് എത്ര വെച്ചാൽ 22 ഇപ്പോൾ സൈഡ് വരുന്നത്. ഇതൊന്നും ഇങ്ങനെ നോക്കറ 22 20 അപ്പോൾ 21 ഇല്ലേ? എനിക്കിതിനെ പറ്റിയിട്ട് പെടുത്തില്ലാത്തതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ലൂസാക്കണം. അപ്പോൾ ഒറ്റ കൈയാണ് അത് ചെയ്യാൻ പറ്റില്ല. ഞാൻ കയറി നിന്നിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് ബാക്കി സ്റ്റെപ്പ് കാണിച്ചു തരാം. ഇതൊന്നും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്നാൽ പിന്നെ ഞാനിത് മൊത്തം ഊരിക്കഴിഞ്ഞ് വരാം, അതായിരിക്കും നല്ലത്. ടയറൊന്നും ആർക്കും ഊരേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഊരി ടയർ പുറത്തെടുത്തിട്ട് കാണിച്ചു തരാം. എന്തെങ്കിലും അതിനിടയ്ക്ക് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അന്നേരം വരാം. ഓക്കെ, അപ്പോൾ ഊരി എടുത്തിട്ടുണ്ട്, കണ്ടോ? ഇത് നമുക്ക് ടൂൾ ആവശ്യം വന്നിനി. ഇതെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് തട്ടുമ്പോൾ ഇതിനുള്ളിൽ കയറും. പകുതി വരെ ഉണ്ടാകുമ്പോൾ പിടിച്ച് വലിച്ച് കിട്ടണമെന്നില്ല ഇത്. അപ്പോൾ നമ്മളിവിടുന്ന് തട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ആ മെറ്റലിൻ്റെ പീസ് വെച്ച്. പിന്നെ മെയിൻ കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഇത് ഉപകാരപ്പെട്ടത് ഈ പെഡോഗ് സ്റ്റാൻഡാണ്. ഈ പെഡോഗ് സ്റ്റാൻഡ് ഞാൻ കസ്റ്റല്ലാത്ത വണ്ടിക്കെല്ലാം പെഡോഗ് സ്റ്റാൻഡ് വാങ്ങുന്നത് എന്തായാലും നല്ലതായിരിക്കും. കാരണം ഇങ്ങനത്തെ ഒരു ആവശ്യം ചെയിൻഡായിട്ട് അയക്കാൻ വാഷിങ് എല്ലാം ഉപയോഗിക്കുക. കുറച്ച് പ്രൈസ് ഉണ്ട്. ഇതന്നെ വേണമെന്നില്ല, നമുക്ക് ചെറുതായാലും പ്രൈസ് കുറഞ്ഞതായാലും വാങ്ങാമല്ലോ. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഉപയോഗിക്കാൻ പറ്റും, ഇങ്ങനത്തെ ആവശ്യത്തില്ല. ഇപ്പോൾ കണ്ടില്ലേ വണ്ടി നമുക്ക് ടയർ എടുത്ത് പോയാൽ ഇത് ഇങ്ങനെ തന്നെ വെക്കാം. ഇല്ലേ കെട്ടി വെക്കേണ്ടി വരും, ചെരിച്ച് വെക്കേണ്ടി വരും. ആ ഒരു ഇഷ്യൂ ഇല്ലല്ലോ നമുക്ക്. പിന്നെ ഇത് ഊരി നോക്കുമ്പോൾ ഇഷ്യൂസൊന്നുമില്ല. ഇത് ഞാൻ കഴിഞ്ഞ ചെയിൻ മാറ്റിയപ്പോൾ പുതിയതിട്ടായിരുന്നു. ഈ ക്രാക്കർ പ്രശ്നമില്ല, ഇത് ജസ്റ്റ് ഒന്ന് സെറ്റായി നിൽക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പോൾ ഇതിപ്പം പ്രോപ്പറാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താ വേണ്ടത് വെച്ചാൽ ഇതൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ട് വേണം നമുക്ക് കൊണ്ടുപോകാൻ. അതായത് ഇല്ലെങ്കിൽ ഇത് എടുത്ത് മിസ്സാവും. അപ്പോൾ ഇതെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇത് മാറ്റി വെച്ചിട്ട് വരാം. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബെയറിങ്ങിൻ്റെ ഒരു സ്ക്രൂ ഉണ്ട്, ഇതും കൂടി മാറ്റി വെക്കാം. കണ്ടോ? ഇതും കൂടി മാറ്റി വെച്ചിട്ട് ഇനി അതൊന്നും മിസ്സാവാനില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ കൊണ്ടുപോകാനല്ലോ നോക്കാം. അടുത്ത സെറ്റപ്പ് അത് കൊണ്ടുപോകേണ്ടത്. ഇങ്ങനെ ഒന്ന് അടുപ്പിച്ച് വെച്ചിട്ട് ആ സൈഡിലേക്കായിട്ടൊന്ന് അടുപ്പിച്ച് വെച്ചിട്ട് അവിടെ ആയിട്ട് അടുപ്പിച്ച് വെച്ചിട്ട് ബാക്കി നോക്കാം. എന്നിട്ട് നമുക്ക് ഈ ടയർ എടുത്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ബൈക്കിടെ സേഫാക്കി പൊത്തി വെച്ചിട്ടുണ്ട്. വെയിലടിച്ചുകൊണ്ട് ഞാൻ തണലത്ത് വെക്കാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു തുണിയെടുത്ത് പൊത്തി. അപ്പോൾ നമുക്കതിന് ടയർ എടുത്തിട്ട് പോവാം. ഗൈസ്, പണിപാളി. ഇപ്പോൾ ഇതാ നല്ല മഴയും വരുന്നുണ്ട്, ലൈറ്റ് കിട്ടുന്നുട്ടോ. പിന്നെ അതിൽ കൊള്ളുന്നുമില്ല, ആ വണ്ടിയിൽ അതിൽ സൂട്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ വെച്ചു കാർ തന്നെ എടുത്ത് പോയാൽ കളയാം. അപ്പോൾ നമുക്ക് കാർ പോവാം. അപ്പോൾ നമുക്കിനി ടയർ എടുത്ത് ഡിക്കി തട്ടാം. ഓക്കെ, ഇവിടെ കടാ. അല്ലാ പോസേ. ഓക്കെ, സേഫ്. സ്പൈലർ. അപ്പോൾ നമുക്ക് വിടാം ഗൈസ്. ഓക്കെ, അപ്പോൾ വീലായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് പുറത്തെടുക്കാം. യപ്പ്, ഇത് മോശം ടയർ. ഇതാണ് നമ്മുടെ പുതിയ അതിഥി, പുതിയ ആൾ. സിയറ്റ് പുറത്തെടുത്തിട്ട് കാണിച്ച ഗൈസ്. പണിയാണല്ലോ ഗൈസ്. വല്ലാത്തൊരാട്ടം. സിയറ്റ് സൂം റെഡ് X1 150/60 R70. പിന്നെ ഇയർ പറഞ്ഞല്ല,
12ാം വീക്ക് 25 ഇയർ അങ്ങനെ പറഞ്ഞേ. ഇനി എന്തെങ്കിലും മാറ്റമുണ്ടോ അറിയില്ല, ഇങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിതിനി നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം എപ്പടി ഇருக்கு. അവസാനം സെറ്റായി ഗൈസ്, പറഞ്ഞുതരാം. അവസാനം എല്ലാം ശരിയായിട്ടുണ്ട്. പുതിയ ടയർ ഇട്ടു, പഴയ ടയർ ഇതാ തോണ്ട് കിടക്കുന്നു. ഓക്കെ, ഇതാണ് പുതിയ ടയർ. ചെറിയൊരു പിടുത്തമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ചെയിനൊന്ന് ഇനി ലൂബ് ചെയ്ത് സെറ്റാക്കണം. ഇനിയുള്ളതെന്ന് വെച്ചാൽ ആക്സിലേറ്റർ കേബിൾ ഓയിലിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഞാനൊരു അപ്ഡേഷൻ പോലെ ഇടാൻ നിന്നിട്ട് ഈ ഒരു മറ്റൊരു ചെയ്യാനൊന്ന് പ്ലാൻ ചെയ്തിട്ട് വേറൊന്ന് നടന്നതാണിപ്പം ഈ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കണ്ടൻറ്റ് ചെയ്ത്. നമുക്കിനി വോൾട്ട് മീറ്റർ പിന്നെ അങ്ങനെ അലർച്ചിലർ എന്തെല്ലോ കണ്ടൻറ് ഉണ്ട്, സൈലൻസ് റെക്കോർഡിങ്, അങ്ങനെ എന്തെല്ലോ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ചോ. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്തൊരു മെയിൻ വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ കാണുന്നവരെ ബൈ.